മണിയൂർ പഞ്ചായത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തായി അക്വാ ടൂറിസം പദ്ധതി മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ 1.5 ഏക്കർ സ്ഥലത്താണ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അക്വാ ടൂറിസം പദ്ധതി ഇതൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്നും ഒരു ഡെസ്റ്റിനേഷൻ വളരുന്നത് ഏറ്റവും വലിയ ഉദാഹരണമായി ഭാവിയിൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രം മാറുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. മഞ്ചേരിക്കടവ് മത്സ്യസഞ്ചാര അക്വാ ടൂറിസം പദ്ധതി എന്നുള്ളത് നമുക്കറിയാം. വളരെ മനോഹരമായി ഇത് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാർക്ക് ഉൾപ്പെടെ ഈ ദ്വീപിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഡെസ്റ്റിനേഷൻ വളരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഭാവിയിൽ ഈ പദ്ധതിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഡെസ്റ്റിനേഷൻ വികസിപ്പിച്ച ഫിഷറീസ് വകുപ്പിനും ജില്ലാ പഞ്ചായത്തിനും മണിയൂർ ഗ്രാമപഞ്ചായത്തിനും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ മേൽനോട്ടം വഹിച്ച് നേതൃത്വം കൊടുത്ത കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ MLA ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ കൂടുതൽ വികസിപ്പിക്കാൻ നമുക്ക് ഇനി എന്ത് ചെയ്യാനാകുമെന്നുള്ളത് പരിശോധിച്ച് ടൂറിസം വകുപ്പും ഈ പദ്ധതിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് ഇവിടെ പ്രത്യേകം MLAയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മണിയൂർ പതിയാരക്കര തീരദേശ റോഡിന് സമീപത്തായി 4 ഭാഗവും വെള്ളത്തിൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ 1.5 ഏക്കർ സ്ഥലത്താണ് വിനോദസഞ്ചാര കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത്. മണിയൂർ പഞ്ചായത്ത് ഉത്തരവാദ ടൂറിസം പദ്ധതിയുമായും അടുത്തു കിടക്കുന്ന മഞ്ചേൽ കടവ് അക്വാ ടൂറിസം പദ്ധതി സഞ്ചാരികൾക്ക് പുതുലോകം പ്രദാനം ചെയ്യും. കയാക്കിംഗ് ബോട്ട് സർവീസ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാവുന്നതോടെ വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന മലബാറിനെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനായി മഞ്ചേൽ കടവ് മാറും. ടൂറിസം ഭൂപടത്തിൽ കുറ്റ്യാടിക്ക് ഒരു സ്ഥാനം ലഭിച്ചത് ഈ സർക്കാർ വന്നതോടു കൂടിയാണെന്നും ലോകനാർക്കാവ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി മാറിയെന്നും കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ പറഞ്ഞു. ടൂറിസം ഭൂപടത്തിൽ കുറ്റ്യാടിക്ക് ഒരു സ്ഥാനം ലഭിച്ചത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രിയായതോടു കൂടിയാണ് എന്ന് ആഹ്ലാദപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകനാർക്കാവ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി മാറി. 13 കോടി രൂപയാണ് അവിടെ ചെലവഴിച്ചത്. ഇനി കളരി മ്യൂസിയത്തിൻ്റെ പണി കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ലോകനാർക്കാവിൻ്റെ പ്രവർത്തനം പൂർണ്ണതയിൽ എത്തും. ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ ഭാഗമായി ഈ മണിയൂർ പഞ്ചായത്തിൽ തന്നെ ചൊവ്വാപ്പുഴയിൽ 1 കോടി രൂപയുടെ പദ്ധതി ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഏതാനും ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യും. കുറ്റ്യാടിയിൽ പൈതൃക ടൂറിസത്തിൻ്റെ ഭാഗമായി 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഭാവി മണിയൂരിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ടൂറിസം രംഗത്ത് തന്നെയാണ്. മഞ്ചേൽ കടവ് സഞ്ചാരികളുടെ പറുദീസയായി മാറിയതോടെ കുറ്റ്യാടി മണ്ഡലം വിനോദസഞ്ചാര മേഖലയിൽ പുതിയ അധ്യായമായി മാറും.